ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്ന്. സത്യത്തിൽ ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ കോൺഗ്രസ്സുകാരുടെ കയ്യിലിരിപ്പ് കാരണം വിമർശിച്ചു പോകുന്നതാണ്. പണ്ട് മഹാത്മാഗാന്ധി എന്നൊരു രാഷ്ട്രപിതാവ് ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ ഇളം തലമുറയ്ക്ക് അത് അറിയാമോ എന്നറിയില്ല. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, പക്ഷേ ക്രിസ്ത്യാനിയെ വെറുക്കുന്നുവെന്ന്. അതേ അനുഭവമാണ് പഴയകാല കോൺഗ്രസ്സുകാരുടെ പരമ്പരയിൽപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ളവർക്ക്. കോൺഗ്രസ്സുകാരെ വെറുക്കുന്നുവെന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പത്മജ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ കോൺഗ്രസിലെ മൂക്കാതെ പഴുത്ത ഒരു പയ്യൻ എന്തെല്ലാമോ വിടുവായുത്തരം വിളിച്ചു പറയുന്നത് കേട്ടു. ഒന്നുമില്ലെങ്കിലും കെ കരുണാകരൻ്റെ മകളാണെന്ന സൗജന്യം അവർക്ക് കൊടുക്കണ്ട, പക്ഷേ വർഷങ്ങളോളം കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരു മഹതി എന്ന പരിഗണന കൊടുക്കണമായിരുന്നു. കോൺഗ്രസിൽ അടിമയായി ഊമയായി അട്ടിപ്പേർ കിടന്നാൽ ആഹാ, കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞാൽ ഓഹോ, എന്ത് കോൺഗ്രസ്, ഏത് കോൺഗ്രസ്. ഞാനൊരു ബാലൻ, അശക്തനാണെങ്കിലും ധീരനാം എന്നോട് താതിനെ ഓർക്കണം എന്ന് എഴുതി വച്ചിരിക്കുന്നത് വെറുതെ അല്ല. പണ്ട് പല കോൺഗ്രസ്സുകാരൻ ഇതുപോലെ തേച്ചിട്ട് പോയപ്പോൾ കോൺഗ്രസിനെ 1982 കണ്ട നിലയിൽ എത്തിച്ചത് കെ കരുണാകരൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലീഡർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം അന്ന് കരുതലോടെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് കോൺഗ്രസിനെ വളർത്തി. അങ്ങനെ അത് അന്ന് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വിടുവായുത്തരം പറയാൻ ഈ ചള്ളു ചെക്കന് വേറെ പ്രസ്ഥാനം നോക്കേണ്ടി വന്നേനെ. എന്താണ് കോൺഗ്രസിൻ്റെ കുഴപ്പം? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. അത് തന്നെ പ്രധാന പ്രശ്നം. കൂട്ടുകക്ഷി ഭരണത്തിൽ മുഖ്യ കക്ഷി ചെറിയ കക്ഷികളെ സാവധാനം വിഴുങ്ങുമെന്ന തത്വം നിലനിൽക്കുമ്പോൾ തന്നെ മേൽക്കൈ നഷ്ടപ്പെട്ടാൽ മുഖ്യ കക്ഷിയെ ചെറുകക്ഷികൾ അടിച്ചൊതുക്കുമെന്നും ശാസ്ത്രം പറയുന്നു. ഇപ്പോൾ അതിൻ്റെ സമയമാണ്. വഴങ്ങിക്കൊടുക്കുക എന്നത് പ്രകൃതി നിയമമാണ്. 1982 തുടക്കമിട്ട UDF മുന്നണിയിൽ 63 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 35 സീറ്റ് നേടി വിജയിച്ചു. അവിടുന്ന് 2021 എത്തിയപ്പോൾ ഘടകകക്ഷികളെ വിഴുങ്ങി 93 സീറ്റ് വരെ എത്തി മത്സരിക്കാൻ. ജയം കേവലം 21 സീറ്റിലേക്ക് ഒതുങ്ങി. അക്കാലങ്ങളിൽ കെ കരുണാകരനുണ്ടായിരുന്നു, കേന്ദ്രത്തിൽ ഭരണവും ഉണ്ടായിരുന്നു. ഇന്ന് BJP സർക്കാർ കാണിക്കുന്നുവെന്ന് പറയുന്ന ED മുതൽ പേർ അന്നുമുണ്ടായിരുന്നു. ആ കാർഡുകളെല്ലാം ആവശ്യത്തിനെടുത്ത് വീശിയിട്ടുമുണ്ട് നിങ്ങൾ കോൺഗ്രസ്സുകാർ. 1982 മുന്നണി കൺവീനർ PJ ജോസഫായിരുന്നു. അതും നിങ്ങൾ തട്ടിയെടുത്തു. സതീശ, സ്നേഹം കൊണ്ട് പറയുകയാണ്, കാലാകാലങ്ങളിൽ CPM നേതൃത്വം നൽകുന്ന LDFും UDFും തമ്മിലായിരുന്നു മത്സരമെങ്കിൽ ഇപ്പോൾ LDFും BJPയും തമ്മിൽ മത്സരം എന്ന നിലയിലെത്തിയില്ലേ? 2026 അത് പൂർണ്ണതയിലെത്തി കോൺഗ്രസിന് കളം ഒഴിയേണ്ട ഗതി വരും. അതിനിടവരുത്തരുതെന്ന ചിന്തയുണ്ടെങ്കിൽ അടിയന്തരമായി ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കുക. ലീഗിനെ സൂചിപ്പിക്കാൻ ഹസനെ KPCC പ്രസിഡന്റാക്കി അല്ലേ? ഓർക്കണം, KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് പോലും ലീഗാണെന്ന്. അങ്ങനെയാണ് പുറത്തു വരുന്ന പരിഹാസങ്ങൾ. ഏതായാലും ഹസൻ ഒഴിഞ്ഞ മുന്നണി കൺവീനർ സ്ഥാനം CMPയുടെ CP ജോണിന് നൽകണം. ജോണിൻ്റെ കയ്യിലുള്ള സെക്രട്ടറി സ്ഥാനം RSPയുടെ ഷിബു ബേബി ജോണിന് കൊടുക്കണം. മുന്നണി മര്യാദകൾ പാലിച്ചാൽ കുറേ മാറ്റമുണ്ടാകും. നിങ്ങളുടെ കൂട്ടത്തിൽ രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ CP ജോൺ തന്നെയാണ്, വേറെ ആരുണ്ട്? കാരണം അത് EMSൻ്റെ കളരിയിൽ പഠിച്ചിറങ്ങിയ കളരിക്കാരനാണ്. തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിൽ ജോണിൻ്റെ തന്ത്രത്തെപ്പറ്റി സതീശൻ പറഞ്ഞത് മറന്നിട്ടില്ല, മറക്കാൻ സമയമായിട്ടില്ല. മുന്നണി വാർത്തകൾ ജോൺ അവതരിപ്പിച്ചാൽ ദുർമേധസ് ഉണ്ടാകില്ലെന്നറിയാമല്ലോ. ജോണിന് അല്പം ദുർമേധസ് ഉണ്ടെങ്കിലും. അതുകൊണ്ട് കോൺഗ്രസിന് ചരമഗീതം എഴുതിയവനെന്ന ദുഷ്പേര് വരാതിരിക്കാനെങ്കിലും ഘടകകക്ഷികളെ കയ്യിലെടുക്കണം. അവരും കളിക്കുന്നത് രാഷ്ട്രീയമാണ്. അവർക്ക് അർഹതപ്പെട്ടത് കൊടുത്ത് അവരെ ചേർത്ത് നിർത്തണം. ഒരു 10-15 വർഷം സതീശൻ്റെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്, പാഴാക്കരുത്.